ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലങ്ങളുമൊക്കെ ധാരാളമായി നേടിയെടുക്കാൻ ഉതകുന്ന മഹത്തായ ദിനരാത്രങ്ങൾ. അതുകൊണ്ടു തന്നെ ഈ ദിനരാത്രങ്ങളെ പരമാവധി അമലുകളെ കൊണ്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇനി ഈ ഒരു സുവർണാവസരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് വന്നു ചേർന്ന ഈ സന്ദർഭങ്ങളെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കാൻ കാരണമായിത്തീരുന്ന ഒരു പുണ്യകർമ്മമാണ് അത്താഴം കഴിക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവിൻ, ഫഇന്ന ഫിസ്സഹൂരി ബറകത്തുൻ, തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, ആ ബർക്കത്ത് നിങ്ങൾ കരസ്ഥമാക്കണം, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അസ്സഹൂറു ഉക്ലതു ബറകത്തിൻ, അത്താഴം കഴിക്കുക എന്നത് ബർക്കത്ത് നിറക്കപ്പെട്ട കാര്യമാണ്. ഫലാ തദഊഹു, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലൗ അൻ യജ്റഅ അഹദുക്കും ജുർഅതും മിമ്മാഇൻ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ശരി, ആ ബർക്കത്ത് നിങ്ങൾ നേടണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, വമലായികതഹു, അവൻ്റെ മലക്കുകളും, യുസല്ലൂന അലൽ മുതസഹരീൻ, അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത്താഴം കഴിക്കുന്നവരുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഈ പുണ്യവും ഈ പ്രതിഫലവും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എപ്പോഴാണ് നമ്മൾ അത്താഴം കഴിക്കേണ്ടത്? എപ്പോഴാണ് സഹൂറിൻ്റെ സമയം ആരംഭിക്കുന്നത്? എപ്പോഴാണ് സഹൂറിൻ്റെ സമയം അവസാനിക്കുന്നത്? അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. യബ്ദഉ മിൻ നിസ്ഫിൽ ലൈലി, രാത്രിയുടെ പകുതി മുതൽക്കാണ് സഹൂറിൻ്റെ സമയം ആരംഭിക്കുന്നത്. വയൻതഹി ബിതുലൂഇൽ ഫജ്രി, പ്രഭാതത്തിൻ്റെ പുലരിയുടെ തൊട്ടു മുമ്പാണ് അതിൻ്റെ സമയം അവസാനിക്കുന്നത്. ഇതിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഏതാണ്ട് അവസാന സമയത്തിൻ്റെ തൊട്ടു മുമ്പ് അത്താഴം കഴിക്കുക എന്നതായിരുന്നു. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, തസഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു. സുമ്മ ഖുംനാ ഇലസ്വലാത്തി, പിന്നീട് ഞങ്ങൾ നമസ്കാരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കംബൈനഹുമാ, ആ അത്താഴം കഴിച്ചതിൻ്റെയും ആ സുബഹ് ബാങ്കിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യം എത്രയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഉണർത്തിയത് ഖദ്റു ഖിറാഅത്തി 50 ആയ, 50 ആയത്ത് ഓതുന്ന സമയമാണ് അത്താഴം കഴിച്ചതിൻ്റെയും സുബഹ് ബാങ്കിൻ്റെയും ഇടയിലുള്ള ദൈർഘ്യമുണ്ടായിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ വിശദീകരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, രാത്രിയുടെ അവസാന സമയത്ത് കഴിക്കലാണ് പ്രവാചകൻ സ്വീകരിച്ച ചര്യ. അവിടുത്തെ സഹാബാക്കളും അങ്ങനെ തന്നെയാണ് അത്താഴം കഴിച്ചത്. അതുകൊണ്ടു തന്നെ രാത്രിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ്, തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കിടക്കുക. എന്നിട്ട് ആ കഴിച്ച ഭക്ഷണത്തോടെ നോമ്പിലേക്ക് പ്രവേശിക്കുക. അതിലല്ല പുണ്യമുള്ളത്. നേരെ മറിച്ച് സഹൂറ് കഴിക്കണം, അതിൽ ബർക്കത്തുണ്ട്. ആ നേരത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും ആ പുണ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട്
അത്താഴത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ പുണ്യ റമദാനിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.